ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. ഫ്രിഞ്ചസിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിന്റെ റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂളിന്റെ റിവിഷന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഫയർ, ആസെപ്റ്റ് മീ, ഡിയർ ഇജാവലെ, ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. 3 അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലെ കീ ഏരിയാസ് നമുക്ക് നോക്കാം. ഫയർ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് പോയമാണ്. ഇതിൽ 15 വരികളാണ് ഉള്ളത്. 57 വേർഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കവിതയാണ് ഫയർ എന്ന് പറയുന്നത്. പക്ഷേ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ദ പോയം ഈസ് ആൻ അഡ്വൈസ് ടു വിമൻ റീഡേഴ്സ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു അഡ്വൈസ് ആണ്, വിമൻ റീഡേഴ്സിനുള്ള ഒരു അഡ്വൈസ് ആണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ദ പോയം ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ വിമൻ വൾണറബിൾ ടു ഇൻജസ്റ്റിസ്, ഹ്യൂമിലിയേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. സ്ത്രീകളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വോൾഫിനെ, അല്ലെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡ്രാഗണിനെ നിങ്ങൾ ഉണർത്തണം എന്ന് പറയുന്ന, റിയാക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇത്. നികിത ഗിൽ ആസ് വിമൻ ടു റിയാക്ട് വെൻ പെട്രിയാർക്കി ട്രൈസ് ടു എക്സ്പ്ലോയിറ്റ് ദെയർ കൈൻഡ്നസ് ആസ് വീക്ക്നെസ് ആൻഡ് വിമൻ. അതായത് ഈ സ്ത്രീകളുടെ കൈൻഡ്നെസ്സിനെ, ദയയെ അവരുടെ വീക്ക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പെട്രിയാർക്കിനോട് റിയാക്ട് ചെയ്യാനാണ് നികിത ഗിൽ, നമ്മുടെ പോയറ്റ്, ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പോയത്തിൽ വരുന്ന ഇമേജസ് ഉണ്ട്, അതായത് 3 ഇമേജുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഡ്രാഗൺ, പിന്നെ വോൾഫ്, പിന്നെ മോൺസ്റ്റർ. ഇത് 3ഉം ഈ ഒരു കവിതയിൽ വരുന്ന ഇമേജുകളാണ് കേട്ടോ. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല, നമ്മൾ ഈ ഒരു കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഡ്രാഗണെ കുറിച്ച് പറയുന്നുണ്ട്, വോൾഫിനെ കുറിച്ച് പറയുന്നുണ്ട്, മോൺസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം എല്ലാ വിമൻസിൻ്റെയും ഉള്ളിലുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇൻസൈഡ് എവ്രി വുമൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ പോയം ഓഫ് വിമൻ എംപവർമെൻറ്റിൻ്റെ ഒരു കവിതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ കീ ടേംസ്. നമ്മുടെ നികിത ഗിൽസ് ടോക്സ് അബൌട്ട് ഓട്ടോണമി ഇൻ ദിസ് പോയം. വെൻ പീപ്പിൾ ഒപ്രസ് യു ആൻഡ് ഹാവ് പ്രിജുഡിസസ് അബൌട്ട് യു, യു ഹാവ് ടു റൈസ് അബൌവ് ഓൾ ദാറ്റ് ആൻഡ് പ്രൂവ് ഹൂ യു ആർ. ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് മറ്റുള്ളവരെ നമ്മൾ അടിച്ചമർത്തുമ്പോൾ നമ്മൾ ഉണർന്ന് നമ്മൾ ആരാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ബീയിങ് യു, യു ഹാവ് ടു ഷോ ഹൗ ക്യാപ്പബിൾ യു ആർ. നമ്മൾ എത്രത്തോളം ക്യാപ്പബിൾ ആണെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരാൾക്കും നമ്മളെ അണ്ടർ വാല്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല എന്നും കൂടി ഈ ഒരു കവിതയിൽ പറയുന്നുണ്ട്. പിന്നെ അപ്പം ഇത്രയാണ് ഈ കവിതയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് കേട്ടോ. ഇതിൽ ആ ഒരു 3 പിക്ചേഴ്സ്, ഡ്രാഗൺ, വൂൾഫ്, മോൺസ്റ്ററിൻ്റെ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഒരു ബോൾഡ് ചെയ്ത ലൈൻ, ദ പോയം ഈസ് ആൻ അഡ്വൈസ് ടു വിമൻ റീഡേഴ്സ്, 15 വരികൾ വരുന്ന കവിതയാണ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കവിതകളുടെയും നിങ്ങൾ ടോൺ, തീം, പോയറ്റിക് ഡിവൈസ്, അങ്ങനെ ഏത് കവിത ചോദിച്ചാലും എഴുതാൻ നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കവിതയുടെയും ടോൺ ചോദിച്ചിട്ടുണ്ട്. ഒരു ആങ്കർ ടോണിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്നെസ് ഈസ് യുവർ വീക്ക്നെസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ആ ഒരു സോഫ്റ്റ്നെസ്സിനെ പെട്രിയാർക്കിയൻ സൊസൈറ്റി വീക്ക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉണർന്ന് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ വാട്ട് ഇസ് ദ പോയിറ്റ് മീൻ ബൈ യു റിമൈൻഡ് ദം വാട്ട് ഹെൽ ലുക്സ് ലൈക്ക് വെൻ ഇറ്റ് വെയേഴ്സ് ദ സ്കിൻ ഓഫ് എ ജെന്റിൽ ഹ്യൂമൻ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പുറത്ത് ഒരു ജെന്റിൽ റോളിലാണ് സ്ത്രീകളെ കാണുക എന്നുണ്ടെങ്കിലും, ഔട്ട്സൈഡിൽ ജെന്റിലായിട്ട് പാവം പോലെ കാണുന്നുണ്ടെങ്കിലും, ഇൻസൈഡ് എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ ഒരു ഡ്രാഗൺ, വോൾഫ്, മോൺസ്റ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജെന്റിൽ ഹ്യൂമൻ്റെ ഒരു സ്കിൻ അവർ ധരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾ. അതിനുള്ളിൽ ഒരു ഡ്രാഗൺ, വോൾഫ്, മോൺസ്റ്ററിനെയൊക്കെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എവ്രി ഡ്രാഗൺ, എവ്രി വോൾഫ്, എവ്രി മോൺസ്റ്റർ മീൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാ സ്ത്രീകളുടെ ഉള്ളിലുള്ള ഒരു ഫേസിനെയാണ് കാണിക്കുന്നത്. ദെൻ വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദ പോയം ചോദിച്ചിട്ടുണ്ട്. തീം ഓഫ് ദ പോയം ചോദിച്ചിട്ടുണ്ട്. തീം വിമൻ എംപവർമെൻ്റ് ആണ് തീമായിട്ട് വരുന്നത്. മെസ്സേജ് ഒരു ഫെമിനിസ്റ്റ് പോയം തന്നെയാണ്, വിമൻ എംപവർമെൻറ്റ് തന്നെയാണ് മെസ്സേജ് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ആസെപ്റ്റ് മീ. കുറച്ച് വലിയൊരു പാഠഭാഗമാണ്, ഒത്തിരി ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാഠഭാഗമാണ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ലിവിങ് സ്മൈൽ വിദ്യ എന്നാണ് നമ്മുടെ റൈറ്ററിൻ്റെ പേര്. ലിവിങ് സ്മൈൽ വിദ്യ ഈസ് ഓൾസോ നോൺ ആസ് സ്മൈലി എന്നും അറിയപ്പെടാറുണ്ട്. ഒരു ട്രാൻസ് വുമൺ റൈറ്ററാണ്, ആക്ടിവിസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം എന്താ പറയുക, ഒരു ട്രാൻസ് വുമൺ ആവുന്നതിന് മുന്നേ പേര് ശരവണ എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ സ്വദേശിയാണ്.
സോ തമിഴിലാണ് ഈ ഒരു പാഠഭാഗം ആദ്യം എഴുതിയിരുന്നത്, പിന്നീട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ പേര് ശരവണ എന്നുള്ളതാണ് പാരൻസ് ഇട്ട് കൊടുക്കുന്ന പേര്. അതിനുശേഷമാണ് തിരുനങ്ങായിയിൽ വന്ന് ഒരു ട്രാൻസ് വുമൺ ആയിട്ട് മാറുന്നത്. അതിനുശേഷം സ്വീകരിക്കുന്ന പേരാണ് വിദ്യ എന്ന് പറയുന്ന പേര്. അപ്പോൾ നമ്മുടെ വിദ്യയുടെ ഓട്ടോബയോഗ്രഫിയാണ് ആം വിദ്യ എന്ന് പറയുന്നത്. ഓക്കെ, അത് തമിഴിൽ എഴുതിയിരിക്കുന്നു, പിന്നീട് 7 ലാംഗ്വേജസിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആസിപ്റ്റ് മീ എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം വിദ്യയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ആം വിദ്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചാപ്റ്റർ മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആണ്, അല്ല ഒരു വിദ്യയുടെ ജേർണിയിലുള്ള ആ ഒരു ഐഡന്റിറ്റി റിയലൈസ് ചെയ്യാനുള്ള ഒരു ജേർണിയിലുള്ള ക്രൈസിസും എന്താ പറയുക ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർജിനൈസ്ഡ് ആണ്, അവർ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുക ഇവരടങ്ങുന്ന വിദ്യ അടങ്ങുന്ന ഈ ഒരു ട്രാൻസിന്റെ ഒരു കമ്മ്യൂണിറ്റീനെ പറയുന്ന പേര് തിരുനങ്ങായി എന്നാണ് പറയുന്നത് കേട്ടോ. തിരുനങ്ങായി എന്ന് പറയുന്നത് കരുണാനിധി ബൈ എം കരുണാനിധിയാണ് തിരുനങ്ങായി എന്ന് പറയുന്ന ഒരു വേർഡ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ വരുന്നൊരു ടേമാണ് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തിരുനങ്ങായി എന്നുള്ള വേർഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷോപ്പ് എന്ന് പറയുന്ന വേർഡ്, ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കിംഗ് ആംസ് ഫ്രം ദ ഷോപ്പ്, ഷോപ്പുകളിൽ പോയിട്ട് കൈ നീട്ടി പൈസ വാങ്ങുന്നതിനെയാണ് ഷോപ്പ് എന്ന് പറയുക. അപ്പം നമ്മുടെ വിദ്യയുടെ കൂടെ എപ്പോഴും ഷോപ്പിന് പോകാറുള്ളത് സത്യാണ് വിദ്യ എന്നുള്ള പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും. ആദ്യം പ്രീതി എന്നുള്ള ഒരു പേരായിരുന്നു, പിന്നീട് ആ പ്രീതി എന്ന് പറയുന്ന പേരിലുള്ള ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത്ര അത് നല്ല പേരല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സത്യ വന്നിട്ട് വിദ്യ എന്നുള്ള പേര് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് വിദ്യ എന്നുള്ള ഒരു പേര് സെലക്ട് ആവുന്നത് കേട്ടോ. Then Satya said Vidya is a good name as it rhymes with Satya. സത്യ എന്നുള്ള പേരുമായിട്ട് നല്ല മാച്ച് ഉണ്ട്, റൈം ഉണ്ട് എന്നൊക്കെ പറയുന്നതും സത്യ തന്നെയാണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് റീത്ത് എന്ന് പറയുന്ന ഒരു ടേം. ഡൂയിങ് ദ റീത്ത് മീൻ ഫോർമലി എൻറോളിങ് ഇൻ ദ കമ്മ്യൂണിറ്റി ഓഫ് തിരുനങ്ങായി. തിരുനങ്ങായി കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ചേരുന്ന ഒരു ചടങ്ങിനെ പറയുന്ന പേരാണ് റീത്ത് എന്ന് പറയുന്നത്. അങ്ങനെ തിരുനങ്ങായി ആയി കഴിഞ്ഞാൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവര് ഷോപ്പിന് പോകുന്ന വെച്ചാൽ ഷോപ്പിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, ഷോപ്പുകളിൽ പോയിട്ട് പൈസ വാങ്ങുന്നതിനെയാണ്, പൈസ ഇങ്ങനെ ചോദിച്ച് വാങ്ങുന്നതിനെയാണ് ഷോപ്പ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ടേം റീത്ത് എന്ന് പറയുന്ന ടേം. പിന്നെ ഇതിൽ പരിവാർ വരുന്നുണ്ട്. ഈ പരിവാർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പരിവാർ എന്ന് പറയും. പരിവാർ ഇസ് എ ഫാമിലി ഓർ എ ഗ്രൂപ്പ്. ദർ ആർ 7 പരിവാർ ഇൻ ചെന്നൈയിൽ മൊത്തം 7 പരിവാറുണ്ട്. 7 പരിവാറിനും ഓരോ പേരുകളുണ്ട്. ഓക്കെ, അപ്പൊ തിരുനങ്ങായി ആയി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും പരിവാറിൽ അംഗമായിരിക്കണം, ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, റാഗിങ് പോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ ഏതെങ്കിലും പരിവാറിൽ അംഗമായാൽ മതി. അപ്പോൾ വിദ്യ അംഗമായിരുന്നത് ബേന്തി പരിവാർ എന്ന് പറഞ്ഞ പരിവാറിലായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു പരിവാർ മാറണം എന്നുണ്ടെങ്കിൽ, വേറെ പരിവാറിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഫൈൻ പേ ചെയ്തിട്ട് വേണമായിരുന്നു മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ്, ദ ലൈഫ് ഓഫ് തിരുനങ്ങായിസ് ഇസ് ബൗണ്ട് ബൈ തൗസൻഡ്സ് ഓഫ് അൺറിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒത്തിരി എഴുതപ്പെടാത്ത റൂൾസും റെഗുലേഷൻസും ഉള്ള ഇതാണ് നമ്മുടെ തിരുനങ്ങായിസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ടേംസ് പരിവാർ എന്താണ് റീത്ത്, എന്താണ് ഷോപ്പ്, എന്താണ് തിരുനങ്ങായി എന്ന് പറയുന്ന പേര് ആരാണ് കോയിൻ ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ ആസിപ്റ്റ് മീ എന്ന് പറയുന്ന പാഠഭാഗം ഏതിൽ നിന്ന് എടുത്തതാണ്, ഈ വിദ്യയുടെ ഏറ്റവും ആദ്യത്തെ പേര് എന്താണ്, ശരവണൻ. അതിനുശേഷമാണ് പ്രീതി എന്ന് പറയുന്ന പേര് ഇടാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ആ പേര് ക്യാൻസൽ ചെയ്ത് വിദ്യ എന്നുള്ള പേര് സ്വീകരിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വിദ്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതിലെ റൈറ്റർ, വിദ്യ. ശരവണൻ എന്നായിരുന്നു ഓൾഡ് നെയിം. ദെൻ കലൈച്ചെൽവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ കലൈച്ചെൽവിയാണ് ട്രെയിനിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അമ്മയുടെ പേര് ശാന്തി എന്നാണ്. പിന്നെ തിരുനങ്ങായി വേൾഡിലെ നമ്മുടെ വിദ്യയുടെ അമ്മ അരുണമ്മയാണ്. ഓക്കെ, ദെൻ പ്രിയ എന്ന് പറയുന്നത് ദ ഗേൾ ഹു വാസ് വിത്ത് ഹെർ ഇൻ ട്രെയിനിൽ ഉണ്ടായ ഒരു പെൺകുട്ടിയുടെ പേരാണ് പ്രിയ. പിന്നെ നാനി എന്ന് പറയുന്നത് അവരുടെ തിരുനങ്ങായി പരിവാറിലെ ഏറ്റവും മുതിർന്ന ഒരു സ്ത്രീനെയാണ് നാനി എന്ന് വിളിക്കുന്നത്. ഡാർക്ക് കോംപ്ലക്ഷൻഡ് ലിറ്റിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. പിന്നെ ശില്പ എന്ന് പറയുന്നുണ്ട്, നമ്മൾ ശില്പ ഷെട്ടി ആക്ട്രസിനെ പോലെ തോന്നിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവിടുത്തെ ഒരു സ്ത്രീ ആയിരുന്നു ശില്പ എന്ന് പറയുന്നത്. ശില്പയാണ് അവിടെ ഏറ്റവും കൂടുതൽ
ഷോപ്പിന് പോയിട്ട് പൈസ കൊണ്ടുവരുന്നതും ശില്പയാണ്. ദെൻ ലക്ഷ്മി അമ്മാളുണ്ട്. ലക്ഷ്മി അമ്മാൾ തനിക്ക് ചേരാത്ത തരത്തിലുള്ള ടീഷർട്ടും ടൈറ്റ് ജീൻസും ഒരു യങ് ഗേളിനെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആളായിരുന്നു ലക്ഷ്മി അമ്മാള്. പിന്നെ നന്ദിനി അമ്മാളുണ്ട്. നന്ദിനി അമ്മാൾ നല്ല സ്മാർട്ടായിട്ട് സാരിയൊക്കെ ധരിച്ച ഒരാളായിരുന്നു നന്ദിനി അമ്മാള്. പിന്നെ പരിമൾ അമ്മാളുണ്ട്. പരിമൾ അമ്മാൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ, പക്ഷെ 40 ഉണ്ട്, പക്ഷെ 30 വയസ്സ് തോന്നിക്കുള്ളൂ, അങ്ങനെയാണ്. പിന്നെ സത്യ ഹെർ സിസ്റ്ററാണ്, ഷോപ്പിന് കൂടെ പോകുന്നതാണ് സത്യ. പിന്നെ ചിത്രമ്മയും സീതമ്മയും ഇവർ രണ്ടുപേരും തിരുനങ്ങായിയുടെ വീട്ടിലുള്ളവരാണ്. ഏകദേശം ഒരുപോലെയാണ് കാണാനായിട്ട്, ഷോർട്ട് ടെമ്പേർഡ് ആണ്. പിന്നെ വിജി ഭൂമിക തിരുനങ്ങായിലെ 2 സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇത്രയും പേരാണ് പേരുകൾ നമ്മുടെ പാഠഭാഗത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ സീതമ്മ വിജി ഭൂമികയുടെ ഒന്നും ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ചോദിക്കില്ല. സത്യയുടെ ഒന്ന് പഠിച്ചു വെക്കുക, കാരണം സത്യയാണ് പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന വിദ്യ എന്നുള്ളത്. സത്യയുടെ കൂടെയാണ് ഷോപ്പിന് പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിൽ വരുന്നത് ലക്ഷ്മി അമ്മാളുടെ ഒരു ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ജീൻസും ഇതൊക്കെ അത് കൂടുതൽ MCQനാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡിസ്റ്റന്റുകാർക്ക്. അതൊന്ന് നോക്കുക. പിന്നെ നാനീനെ കുറിച്ച് നോക്കണേ. നാനിയുടെ അടുത്ത് പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അരുണമ്മയാണ് തിരുനങ്ങായി വേൾഡിലെ അമ്മ. പിന്നെ ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ വിദ്യയുടെ ഫാമിലിനെ കുറിച്ച് പറയുന്നുണ്ട്. വിദ്യയുടെ ഫാമിലിയിൽ അപ്പ, അമ്മ, സിസ്റ്റർ രാധ, പിന്നെ ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ടുള്ള ശങ്കർ ചിറ്റപ്പ, ഇത്രയും പേരാണ് അതിൽ വരുന്നത്. അപ്പയാണ് വിദ്യയുടെ ഈ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യാത്തൊരാള്. രാധയ്ക്ക് വലിയ പ്രശ്നമില്ല, നീ ഹാപ്പി ആണെങ്കിൽ ഓക്കെ എന്നാണ് പറയുന്നത്. ദെൻ അമ്മയും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പയാണ് ഒട്ടും മിണ്ടാൻ പോലും സമ്മതിക്കാതെ നിന്നത് അപ്പയാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ കണ്ടോ, കലൈച്ചെൽവി ആയ ആരാന്ന് ചോദിക്കുന്നുണ്ട്. വിദ്യനെ ട്രെയിനിൽ കൊണ്ടുപോയതാണ്, ടു പൂനെ ബൈ ട്രെയിനിൽ കൊണ്ടുപോയ ആളാണ് കലൈച്ചെൽവി ആയ. ദെൻ വാട്ട് ആർ ദ എറ്റിക്വറ്റ് എക്സ്പെക്റ്റഡ് ബൈ ദ ഓൾഡ് തിരുനങ്ങായിസ് ഒത്തിരി കാര്യങ്ങൾ യങ്ങറിൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കാലൊക്കെ. പിന്നെ അതേപോലെ തന്നെ അവരുടെ സ്പിറ്റ്യൂൺസ് എന്ന് പറയുമ്പം ഈ കോളാമ്പി ഉണ്ടല്ലോ, ഇങ്ങനെ മുറുക്കി തുപ്പുന്ന കോളാമ്പി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അവരിയ്ക്കുന്ന സ്ഥലത്തൊന്നും വന്ന് ഇരിക്കാനായിട്ട് പാടില്ല അവരുടെ കൂടെ. അങ്ങനെ ഒത്തിരി റെസ്പെക്ട് എൽഡർ ആയിട്ടുള്ള തിരുനങ്ങായിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്, ഓൾഡർ തിരുനങ്ങായിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ആരാണ് അരുണമ്മ തിരുനങ്ങായി വേൾഡിലെ വിദ്യയുടെ അമ്മയാണ്. NGO ഒരു എന്താ പറയുക നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഔട്ട്സൈഡേഴ്സ് ആയിട്ട് കണക്ഷൻ ഉള്ള ഒരാളാണ് അരുണമ്മ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈ ഡിഡ് ആയ ആസ് വിദ്യ ടു ചേഞ്ച് ഹെർ നെയിം. പ്രീതി എന്ന് പറയുന്ന പേര് പറയുമ്പം എന്തുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്? കാരണം അവിടെ ഒരു പ്രീതി ഉണ്ടായിരുന്നു മുന്ന്, പക്ഷേ ഷി ഡൈഡ് യങ്, സോ ദ നെയിം പ്രീതി വാസ് കൺസിഡർഡ് ആസ് എ ബാഡ് ഒമൻ. അതൊരു ബാഡ് ആയിട്ടുള്ള പേരായിട്ടാണ്, നമുക്കത് നല്ലതല്ല എന്നുള്ള രീതിക്കാണ് പ്രീതി എന്ന് പറയുന്ന പേര് മാറ്റാൻ പറയുന്നത്. പിന്നെ വൈ ഡിഡ് സത്യ പ്രപ്പോസ് ദ നെയിം വിദ്യ എന്നുള്ള പേര് സത്യ എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തേ? കാരണം സത്യയുടെ മാച്ച് ആയിട്ട് നല്ല റൈം ഉണ്ട് പറയുമ്പോൾ, സത്യ വിദ്യ എന്ന് പറയുമ്പോൾ നല്ല റൈം ഉണ്ട്, അതുകൊണ്ടാണ്. അവർ സിസ്റ്റേഴ്സ്, ഈ ഒരു തിരുനായി വേൾഡിലെ സിസ്റ്റേഴ്സ് കൂടിയാ. പിന്നെ എന്താണ് റീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്ന, അതിലേക്ക് ചേരുന്ന ഒരു ചടങ്ങാണ് റീത്ത് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് പരിവാർ ലിസ്റ്റിലേക്ക്, അവരുടെ പരിവാർ ഒരു പരമ്പര ലിസ്റ്റിലേക്ക് പേര് കൂടി ആഡ് ചെയ്യണം. അതാണ് റീത്ത് എന്ന് പറയുന്നത്. പരിവാർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലിയാണ്. മൊത്തം ചെന്നൈയിൽ 7 ഫാമിലി ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫാമിലിയിലായിരുന്നു നമ്മുടെ വിദ്യ ഉണ്ടായിരുന്നത് കേട്ടോ. ദെൻ ഇതിൽ ഫാദറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫാദർ അപ്സെറ്റ് ആയിരുന്നു അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്. സാരി ഉടുത്തിട്ട് വിദ്യനെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ ഭയങ്കര അപ്സെറ്റ് ആയി, മിണ്ടാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. ദെൻ എൻഡിൽ നമുക്ക് വിദ്യക്കുള്ള ഒരു സമാധാനം, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, ആരാണ് വിദ്യ, ഇപ്പൊ ശരവണനില്ല വിദ്യ ആയി എന്നുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ തന്റെ ഫാമിലിക്ക് അറിയാം എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് വിദ്യക്കുള്ളത്. പിന്നെ ആക്ടർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഒത്തിരി ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു പാഠഭാഗം, ആക്സെപ്റ്റ് മീ എന്ന് പറയുന്ന പാഠഭാഗം. ഇനി നമ്മുടെ നെക്സ്റ്റ് പാഠഭാഗമാണ് ഡിയർ ഇജാവലെ. ചിമമാൻഡ എങ്കോസി അടിച്ച് എഴുതിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ മറ്റേ PDF കൊടുത്തിട്ടുണ്ട്. പാഠഭാഗം പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡിയർ ഇജാവലെ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. 15 സജഷൻസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. 15 സജഷൻസ് ആണ്, ഒരു ലെറ്റർ ആണ്.
എഴുതിയിരിക്കുന്നത് നമ്മുടെ ചിമമാൻഡ എങ്കോസി അഡിച്ചയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതിയിരുന്നത്? തൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഇജാവലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതിയിരുന്നത്. അപ്പൊ ഇതിൽ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഇതിന്റെ പേരുകൾ. അപ്പൊ ഞാൻ ഒന്ന് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ചിമമാൻഡ എങ്കോസി അഡിച്ചയ്ക്ക് ഒരു ലെറ്റർ വരികയാണ്. ഓക്കെ, ഒരു ലെറ്റർ വന്നു. അപ്പോൾ ആ ഒരു ലെറ്റർ ആരാണ് അയക്കുന്നത്? ആ ലെറ്റർ അയക്കുന്ന ആളുടെ പേരാണ് ഇജാവലെ. ഓക്കെ, ഇജാവലെ എന്ന് പറയുന്നത് ഫ്രണ്ടാണ് കേട്ടോ, നമ്മുടെ ചിമമാൻഡ എങ്കോസി അഡിച്ചേൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഈ ഒരു ലെറ്റർ ചിമമാൻഡ എങ്കോസി അഡിച്ചയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സെൻഡ് ചെയ്തു, അയച്ചു. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം, എങ്ങനെ എൻ്റെ മകളെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താം എന്നാണ് ഇജാവലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സജഷൻസ് പറഞ്ഞു തരൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ കത്ത് വായിച്ച ചിമമാൻഡ എങ്കോസി അഡിച്ചെ തിരിച്ച് എഴുതുന്നു, ഒരു ലെറ്റർ ആയിട്ട് എഴുതാണ് ചെയ്യുന്നത്. ഒരു 15 സജഷൻസ് ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതുകയാണ് നമ്മുടെ ചിമമാൻഡ എങ്കോസി അഡിച്ചെ. അപ്പം ഈ ഒരു ലെറ്ററാണ് പിന്നീട് ഒരു പേഴ്സണൽ ഇമെയിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇമെയിലായിട്ട് പിന്നീട് അത് പോസ്റ്റ് ചെയ്തു. ഇമെയിലായിട്ട് പോസ്റ്റ് ചെയ്തപ്പം ഒത്തിരി പേര് അത് കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് അതൊരു ബുക്കിലേക്ക് മാറ്റുകയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആദ്യം ഒരു പേഴ്സണൽ ഇമെയിലായിരുന്നു, പിന്നീട് അതൊരു ബുക്കാക്കി മാറ്റുകയുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ആ ഒരു ലെറ്ററിൽ, ഈ ഒരു ആദ്യം അയച്ച ലെറ്ററിൽ ഇജാവലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? എൻ്റെ മകളുടെ പേരെന്താണ്? ചിസാലം അഡോറ. ചിസാലം അഡോറ എന്ന എൻ്റെ മകളെ ഞാൻ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താം, അതിന് എനിക്ക് കുറച്ച് സജഷൻസ് പറഞ്ഞു തരുമോ എന്നാണ് ഇജാവലെ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ചിമമാൻഡ എങ്കോസി അഡിച്ചനോട് ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാ, ഇജാവലയും ചിമമാൻഡയും. അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ പേരാണ് ചിസാലം എന്നുള്ളത് കേട്ടോ. ചിസാലം എന്നാണ് കൊച്ചിൻ്റെ പേര്. ഈ കൊച്ചിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഇജാവലയുടെ ഹസ്ബൻഡിൻ്റെ പേരാണ് ചുടി എന്നുള്ളത്. അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ചും കൂടി അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡോട്ടറിൻ്റെ പേര് ചിസാലം അഡോറ. ഓക്കെ, ചിസാലം അഡോറയാണ് മകളുടെ പേര് കേട്ടോ. ഡോട്ടറുടെ പേരാണ് ചിസാലം അഡോറ. ദെൻ ഇതിൽ നമ്മൾ പറഞ്ഞു 15 സജഷൻസ് ആണ് ഈ ഒരു കത്തിൽ ഉണ്ടായിരുന്നത്. 15 സജഷൻസ് ആണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുൾഫില്ലിംഗ് ദ ടാസ്ക് ഓഫ് റേസിംഗ് എ ഫെമിനിസ്റ്റ് ചൈൽഡ്. ഒരു ഫെമിനിസ്റ്റ് ചൈൽഡായിട്ട് എങ്ങനെ വളർത്താം എന്നുള്ളതിന് 15 സജഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഒരു ലെറ്റർ ആയിട്ടായിരുന്നു, ചിസാലം അഡോറ എന്നുള്ളതാണ് പേര്. അപ്പം ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ദെൻ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 3 സജഷൻസ് ആണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആദ്യ സജഷൻ, ബി എ ഫുൾ പേഴ്സൺ, ഒരു ഫുൾ പേഴ്സൺ ആയിരിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നെ ഡു ഇറ്റ് ടുഗെദർ, അതായത് അവളോട് തന്നെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇജാവലയുടെ അടുത്ത് പറയാണ്, നീ കൊച്ചിനെ വളർത്തുന്നതിന് മുന്നേ നീ ഒരു ഫുൾ പേഴ്സൺ ആയിരിക്കണം, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സജഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഡു ഇറ്റ് ടുഗെദർ. ഇപ്പം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഉണ്ണിനെ നോക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുക. അതിൽ ഒറ്റയ്ക്ക് നീ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സജഷൻ ആയിട്ട് പറയുന്നത് ടീച്ച് ഹർ ദാറ്റ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ് ഇസ് ആബ്സല്യൂട്ട്ലി നോൺസെൻസ്. ജെൻഡർ റോൾസ് ഉണ്ടല്ലോ, ആൺകുട്ടികളായാൽ ഇങ്ങനെ ചെയ്യണം, പെൺകുട്ടികളായാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആൺകുട്ടികൾ ഈ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, പെൺകുട്ടികൾ ഈ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അത്തരം രീതിക്കുള്ള ജെൻഡർ റോൾസ് കുട്ടിയോട് പറയാ, അത് വെറും നോൺസെൻസ് ആണ്, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ളത് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ 3 സജഷൻസ് ആണ്. 15 സജഷൻസിൽ 3 നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ 2 ഫെമിനിസ്റ്റ് ടൂൾസിന്റെ കാര്യവും നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് ഐ മാറ്റർ എന്നുള്ളതാണ് ഫസ്റ്റ് ടൂളായിട്ട് പറയുന്നത്, നമ്മുടെ സ്വന്തം കാര്യം ഐ മാറ്റർ എന്നുള്ളത്. രണ്ടാമത്തേതാണ് ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പം ഇതാണ് 2 ഫെമിനിസ്റ്റ് ടൂൾസ് ആയിട്ട് പറയുന്നത്. അതിന് മുകളിൽ പറഞ്ഞ ഈ 3 നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞു കൊടുക്കുന്ന 15 3 സജഷൻസ്. നമുക്ക് 3 പഠിക്കാനുള്ളൂ കേട്ടോ. മെയിനായിട്ട് 15 മൊത്തം പറഞ്ഞു കൊടുത്തിരുന്നു, നമുക്ക് 3 ഉള്ളൂ എന്നുള്ളൂ. ദെൻ ഹു ഈസ് ചിസാലം അഡോറ? ആരാണ് ചിസാലം അഡോറ? ഇജാവലേൻ്റെ മകളാണ് ചിസാലം അഡോറ. ഈ ഒരു കുട്ടീനെയാണ് ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താനായിട്ട് പോകുന്നത്. പിന്നെ എന്താണ് ഈ ഒരു ലെറ്ററിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഡിയർ ഇജാവലേനെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താം എന്ന് ചോദിച്ച ഇജാവലേൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ എഴുതിയിട്ടുണ്ടായിരുന്ന 15 സജഷൻ. പിന്നെ 2 ടൂൾസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇതിൽ ഒരു
ജേർണലിസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. മാർലിൻ സാൻഡേഴ്സ് എന്ന് പറയുന്ന ജേർണലിസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു വാറിന്റെ സമയത്താണ് ന്യൂസിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഈ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർലിൻ സാൻഡേഴ്സ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ യുദ്ധത്തിന്റെ സമയമാണ്. ആ സമയത്ത് മാർലിന് ഒരു കൊച്ചുകൂടി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ നീ എന്തിന് ഈ സമയത്തൊക്കെ ഈ അതും വാറിന്റെ സമയത്ത് നിനക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്, അപ്പൊ അതിനെ വെച്ച് എന്തിന് ഈ ജോലിക്ക് വന്നേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, കൊച്ചിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളെ. കാരണം ഈ ഒരു മാർലിൻ സാൻഡേഴ്സ് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അന്തം വിട്ടിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഡിയർ ഇജാവലെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് മാർലിൻ സാൻഡേഴ്സ് എന്നാണ് ആ ജേർണലിസ്റ്റിൻ്റെ പേര്. പിന്നെ ഇതിൽ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ള ടേം അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഡു ഇറ്റ് ടുഗെദർ എന്ന് പറയുന്ന സജഷനിൽ അത് പറയുന്നത്. ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ആൾക്ക് അസിസ്റ്റന്റ് ആയിട്ടാണ് നമ്മുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നത്. അപ്പം അങ്ങനെയല്ല, ഹെൽപ്പ് എന്ന് പറയുന്ന വേർഡ് അവോയ്ഡ് ചെയ്യാനാണ്. ഹെൽപ്പർ, ബേബി സിറ്റർ അങ്ങനെയുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യണ്ട എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ ചുഡി എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ചുഡി ഹസ്ബൻഡിൻ്റെ പേരാണ്. ചിസാല മഡോറ കുഞ്ഞിൻ്റെ പേരാണ്. ഇജാവലെ എന്നുള്ളതാണ് ഫ്രണ്ടിൻ്റെ പേര്. ഇത് പറയുന്ന ഫ്രണ്ടിന് ചുഡി എന്ന് പറയുന്ന ഹസ്ബൻഡും ചിസാല മഡോറയെയും വളർത്താനുള്ള സജഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ചിമമാൻഡ എങ്കോസി അഡിച്ചെ. ദെൻ ഇതിൽ പിന്നെ ജെൻഡർ ന്യൂട്രലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നോൺസെൻസ് ആണെന്നുള്ള രീതിക്കാണ് പറയുന്നത്. പിന്നെ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ബോയ്സിന് കാറും ഗേൾസിന് എന്താ പറയുക പാവയൊക്കെ പോലുള്ള ഡോൾസ് പോലുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. മെയിനായിട്ട് പേരുകൾ നിങ്ങൾ തെറ്റാതെ പഠിക്കുക. പിന്നെ 3 സജഷൻസ്, പിന്നെ 2 ടൂൾസ്, ആ കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതും പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നോക്കി വെക്കേണ്ടത്. സോ നമ്മുടെ 3ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞു. 3 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് മാത്രമൊന്നുമല്ല എക്സാമിന് വരിക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്ന് വീഡിയോസ് നിങ്ങൾ കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.